ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിനായി കാതോർക്കാം. എല്ലാവരുടെയും നാമത്തിൽ, ദൈവനാമത്തിൽ തിരുസന്നിധിയിൽ മീറ്റിംഗിലേക്ക് ഒരിക്കൽ കൂടെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തോട്ടെ. ഈ സന്ധ്യയിലെ വചന ധ്യാനത്തിനായി ഏറ്റവും ബഹുമാനത്തോടെ പ്രാർത്ഥനയോടെ വേറെ റവറൻ TK മാത്യു അച്ഛനെ ഈ സമയത്ത് ക്ഷണിച്ചു കൊടുത്തു. സദേൺ റീജിയൻ ഇടവക മിഷന്റെ ഈ പ്രത്യേക മീറ്റിംഗിൽ സംബന്ധിപ്പാൻ എന്നെ ക്ഷണിച്ചതുള്ള പ്രത്യേകമായ നന്ദി ആദ്യമായിട്ട് ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. പ്രിയപ്പെട്ട പ്രേം മാത്യു അച്ഛനും സെക്രട്ടറി സജീവ് ഒക്കെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. 2 വർഷം മുമ്പ് ഇതുപോലതായ സദേൺ റീജിയൻ്റെ ഒരു പ്രത്യേക മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചത് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അന്ന് എൻ്റെ ഓർമ്മയിൽ ബിജു ആയിരുന്നു ഇതിൻ്റെ സെക്രട്ടറി, സൗത്ത് ഫ്ലോറിഡയിലുള്ള ബിജു ആയിരുന്നു. ഈ സൗത്ത് റീജിയനിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാനും ദൈവവചനം പഠിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ലഭിച്ച വലിയൊരു വേദിയാണല്ലോ ഇത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ടതായ മീറ്റിങ്ങുകൾ ഒരുമിച്ച് കൂടി വരുവാനുള്ള സൗകര്യം നമുക്ക് ഉണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സാധ്യമല്ല. എങ്കിലും ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇപ്രകാരമുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ടും ഒക്കെ ഇടയാകുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണെന്നതിന് യാതൊരു തർക്കവുമില്ല. വ്യത്യസ്ത ഇടങ്ങളുള്ള എല്ലാവർക്കും ഒരുമിച്ച് കാണുവാനും സ്നേഹം പങ്കുവെക്കുവാനും ഒക്കെ കിട്ടുന്ന വലിയൊരു സന്ദർഭമായിട്ട് നമുക്കിതിനെ കണക്കാക്കുവാനായിട്ട് കഴിയും. ഈ സദേൺ റീജിയനിലുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരും ഇതിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും കാണുവാനായിട്ട് ലഭിച്ച വലിയൊരു അവസരമായിട്ട് ഞാനിത് കാണുകയത്ര ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേം മാത്യു അച്ഛൻ്റെ നല്ല നേതൃത്വം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമാക്കുവാനായിട്ട് സാധ്യമാകും എന്നതിന് യാതൊരു തർക്കവുമില്ല. അച്ഛനെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കൊച്ചുമകൻ്റെ ആദ്യ കുർബാനയുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരുവാനായിട്ടിടയായിത്തീർന്നത്. അത് ഏറ്റവും നല്ല ഒരു സന്ദർഭമായിട്ട് ഞാൻ കാണുന്നു. ഒരുമിച്ച് നിങ്ങളെയും കാണുവാനായിട്ടിടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സദേൺ റീജിയൻ ഇടവക മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ പ്രത്യേക മീറ്റിങ്ങിൽ പല ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സംബന്ധിപ്പാൻ തന്ന ഈ വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ, തിരിഞ്ഞു നോക്കുവാൻ, ദൈവത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കാനായിട്ട് ദൈവമേ അവിടെ നിരയാക്കിക്കൊള്ളണമേ. ഈ റീജിയനിലുള്ള എല്ലാ ഇടവക ജനങ്ങളെയും, പട്ടക്കാരെയും, മറ്റ് പല ഇടങ്ങളിലായിരിക്കുന്ന ഓരോന്നിനും മക്കളുടെ മേലും അവിടുത്തെ കൃപയോടും അനുഗ്രഹവും വാഴും ദൈവം തമ്പുരാൻ നൽകണമേ. ഞങ്ങളെ കൂടി വരുവേ ദൈവരാജ്യത്തിനും മഹത്വത്തിനും കെട്ടുപിടിക്കേണ്ടതായിരിക്കാൻ ദൈവം ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കുവാൻ ദൈവം സംഗതമാക്കിക്കൊള്ളണമേ. അടിൻ്റെ വായിലെ വചനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നിന്റെ ജനത്തെ നീ സന്ദർശിക്കണമേ. മഹത്വം അവിടെ എടുത്തുകൊള്ളണമേ. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ രാത്രിയിലെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ദൈവവചന ഭാഗം വായിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം
11-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യം വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 8ഉം 9ഉം വാക്യം. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയാൽ അതിന് ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. മാരാമൺ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്കും ഈ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായി തോർത്ത ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് നാം വായിച്ചു കേട്ട ദൈവവചന ഭാഗം ബാബേൽ ഗോപുരം പണിതിനെക്കുറിച്ച്, ബാബേൽ പട്ടണം പണിതിനെക്കുറിച്ചുള്ള സംഭവത്തെക്കുറിച്ചാണ്. അടുത്ത ഞായറാഴ്ച വലിയ നോമ്പ് ആരംഭിക്കുന്ന ദിവസമാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും തിരുത്തേണ്ടവയെ തിരുത്തുവാനും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുവാനും ദൈവം നമുക്ക് തരുന്ന വലിയ ഒരു അവസരമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, ദൈവത്തിൽ നാം ഇന്ന് എത്രമാത്രം അന്യപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഈ രാത്രിയിൽ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. ഇത് വായിച്ചു കേട്ട ഈ ദൈവവചന ഭാഗത്തൂടെ നമുക്ക് പ്രത്യേകിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുവാനായിട്ടുണ്ട്. യഹോവയായ ദൈവം ഈ ഭൂമിയെ ഏറ്റവും മനോഹരമായിട്ട് സൃഷ്ടിച്ചു. പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ ഒരു പർദീസയായിട്ട് മാറ്റുകയുണ്ടായി. അവിടെ പാർക്കുവാൻ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അതിൻ്റെ തുടർന്ന് പാപത്തിൽ വീണുപോയ ആദാമിനെ കുറിച്ചും ഹവ്വായെക്കുറിച്ചും പർദീസിൽ നിന്ന് തള്ളപ്പെട്ടവരെ കുറിച്ചും നമുക്ക് പ്രത്യേകിച്ച് പഠിക്കുവാനായി. അങ്ങനെ ഏദൻ തോട്ടത്തിൽ വീഴ്ചയുടെ ആരംഭത്തിന് തുടക്കം കുറിച്ചു. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ജനങ്ങൾ അധികമായി പെരുകുവാനായിട്ടിടയായി. അപ്പോൾ ജനങ്ങളുടെ പെരുക്കമനുസരിച്ച് വീണ്ടും പാപം വർദ്ധിപ്പാനായിട്ട് ഇടയായി. ദൈവത്തെ അറിയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി. അതിന് ഫലമായിട്ടാണല്ലോ നോഹയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നാം പഠിക്കുന്നത്. എന്നാൽ 150 ദിവസം നിന്ന വെള്ളപ്പൊക്കത്തിൽ നോഹയും കുടുംബത്തെയൊക്കെ ദൈവം തമ്പുരാൻ രക്ഷിച്ചതിനെക്കുറിച്ചും വചനത്തോടെ നാം മനസ്സിലാക്കും. തുടർന്നുള്ള സംഭവമാണ് ഇന്ന് നമുക്ക് വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായി. ഇവിടെ നാം വായിക്കുന്ന സന്ദർഭത്തിൽ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് മുന്നോട്ട് വന്ന ഈ നോഹയുടെ മക്കൾ അവർ പലയിടങ്ങളിലായിട്ടൊക്കെ പാർത്ത് സീനാർ ദേശത്തെ സമഭൂമിയിൽ എത്തിച്ചേർന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോഴാണ് അവിടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത, നമുക്ക് വലിയൊരു പട്ടണം പണിയണം, വലിയൊരു ഗോപുരം പണിയണം,
ദൈവത്തെ പോലെയാകണം. അങ്ങനെ ഏറ്റവും ഉണ്മയായ നിലയിലേക്ക് നമുക്ക് പേരും പെരുമ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് അതിനായിട്ട് അവർ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ഭാഷ കലങ്ങി, അവരെടുത്ത തീരുമാനം പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവത്തെ മറന്നു കളഞ്ഞ ഒരു ജനത്തെക്കുറിച്ചാണ് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ മറന്ന ജനം ദൈവത്തെ വിട്ടുകളഞ്ഞുകൊണ്ട് ജീവിച്ച ജീവിതത്തിന്റെ സാഹചര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മകളെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഓർക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ പിതാക്കന്മാരിലൂടെ അവർക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ച് അവർ മറന്നുപോയി. അതിന്റെ ഫലമായിട്ട് ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് ഇവിടെ നമ്മെ പഠിപ്പിച്ചു. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മെ മനസ്സിലാക്കിയത്. ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തിയ വഴികളെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകളെ നമ്മൾ ഓർക്കുന്നില്ല. ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും നൽകിയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മറന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ പാത തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തെ അന്യപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് വ്യതിചലിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് ഇന്ന് ജീവിതമായിരിക്കുന്നു. ഇന്നത്തെ ലോക സംഭവങ്ങൾ, ഇന്നത്തെ ലോകത്തിലെ മൂല്യച്യുതികൾ, ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ, അക്രമങ്ങൾ, ദൈവത്തെ വെല്ലുവിളിച്ചുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, അതൊക്കെ നമുക്കിതിലൂടെ പ്രത്യേകിച്ച് പഠിക്കുവാനായിട്ട്. എന്നാൽ അങ്ങനെയുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയാകും. അവരിങ്ങനെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിക്കുവാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് അവർക്കൊരു വീഴ്ച സംഭവിച്ച് അവരുടേതായ പേരും പെരുമയും നിലനിർത്തുവാൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ അവർ തയ്യാറായത്? 2-3 ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നോഹയുടെ മക്കൾ they forget the divine protection. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ സംരക്ഷണത്തെക്കുറിച്ച് അവർ മറന്നുപോയി. അങ്ങനെ ദൈവം നൽകിയ സംരക്ഷണത്തെക്കുറിച്ച് അവർ മറന്നുപോയതിൻ്റെ ഫലമായി അവർ സ്വയം തങ്ങളെ തന്നെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതായിട്ട് കാണുന്നു. നോഹയുടെ കാലം, അതിനുശേഷം ഒക്കെ വലിയ വിടുതൽ കിട്ടിയ ഒരു തലമുറയാണ് ഈ തലമുറ. എന്നാൽ ആ ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ച് അവർ ഓർക്കുവാതെ, അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കാതെ സ്വയം സംരക്ഷിക്കുവാൻ, 4-ാം വാക്യത്തിൽ പറയുന്നത് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് ഒരു പട്ടണം പണിയാം എന്ന് പറഞ്ഞ് അത് പണിയുന്നതായിട്ട് കാണും. പക്ഷേ ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് മറന്നുപോയ ഈ ജനം അങ്ങനെ ഒരു പട്ടണം പണിയുവാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായി അത് പൂർത്തീകരിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരുടെ ഭാഷ കലക്കി, അവർ ഛിന്നഭിന്നരായിത്തീർന്നു. അവരുടേതായ സുരക്ഷിതത്വം, അവർ കണ്ടെത്തുവാൻ നോക്കിയ സുരക്ഷിതത്വം എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്ക് വചനത്തിലൂടെ പഠിക്കുവാനുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നാം ഓർക്കണം.
എന്നാൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ സംരക്ഷണത്തെ പലപ്പോഴും നമ്മൾ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നതായിട്ട് കാണുന്നത്. ഈ ലോകത്തെ ജീവിക്കുവാനുള്ള എന്തെല്ലാം സാഹചര്യങ്ങളാണ് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം, ശ്വസിക്കുവാനുള്ള വായു, പ്രകൃതി സമ്പത്ത്, ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിലും അതൊക്കെ ഇന്ന് നമ്മൾ മറന്ന് നമ്മുടെ സ്വന്തം വഴികളിലൂടെ കാര്യങ്ങൾ, പദ്ധതികൾ ക്രോഡീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണുവാനായിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഒരു ജീവിത പാതയിലൂടെ നാം സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മുടെ സഭയുടെ വളർച്ചയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയ സന്ദർഭത്തിൽ നമ്മുടെ സഭയ്ക്ക് സഭയുടേതായിട്ട് ഒന്നും തന്നെ നമുക്ക് ഒന്നും ഉണ്ടായിരുന്നു. പണ്ടുള്ള നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീർ മാത്രമായിരുന്നു നമ്മുടെ മുതലായിരുന്നത്. അന്ന് സാമ്പത്തികമായ ഞെരുക്കമൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നപ്പോൾ ദൈനംദിന കാര്യങ്ങൾ നടത്തുവാനായിട്ട് ഇടയായത് പിടിയരി പിരിച്ചുള്ള പണം ശേഖരിച്ചുകൊണ്ടാണ്. ഇന്നുള്ളവർക്ക് ആ പിടിയരി എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ആ പിടിയരിയിലൂടെ തുടങ്ങി ആ ദൈവത്തിൻ്റെ സംരക്ഷണമൊക്കെ സഭ അറിഞ്ഞു വളർന്നു വന്ന സഭ ഇന്നെന്നാൽ എത്രമാത്രം ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് സഭയുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകണം. നമുക്കറിയാം, അമേരിക്കയുടെ പ്രദേശങ്ങളിലേക്ക് നാം ഇവിടെ വന്നപ്പോൾ നാം എങ്ങനെയുള്ളവരായിരുന്നു, എന്തായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം? ഒന്നുമല്ലാത്ത ജീവിത സാഹചര്യങ്ങളുമൊക്കെ നമ്മളിവിടെ വന്നവരാണ്. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് പാർക്കുവാനായിട്ട് വീടില്ലായിരുന്നു. ഒരുപക്ഷെ ആരുടെയെങ്കിലും സ്നേഹിതരുടെയോ സഹോദരങ്ങളുടെ കൂടെ താമസിച്ചു, പിന്നെ അപ്പാർട്ട്മെന്റ് താമസിച്ചു, പിന്നെ വീടായി, സാഹചര്യങ്ങളായി. അങ്ങനെ പല പല സാഹചര്യങ്ങളിലും നമുക്കിന്ന് വളർന്നു വരുവാനായിട്ട് ഇടയായി. ഇതൊക്കെ ദൈവം തമ്പുരാൻ നൽകിയ ഒരു സംരക്ഷണത്തിൻ്റെ ഒരു ഫലമായിട്ടുള്ളതാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച്, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് നമ്മൾ മറന്നുപോയിട്ടില്ലേ? നമ്മുടേതായ ഗോപുരങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ സങ്കേതത്തിൽ ചേരുവാൻ, ജീവിക്കുവാനായിട്ടല്ലേ നാം പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വലിയൊരു തകർച്ച, ദൈവത്തിന് അന്യപ്പെട്ടു പോകുന്ന ഈ ജീവിതത്തെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ജീവിതത്തിലേക്ക് തന്നെ കണ്ടെത്തുവാൻ നമുക്കിടയാകട്ടെ. ദൈവം നമ്മെ കഴിഞ്ഞ കാലങ്ങൾ സംരക്ഷിച്ചുവെങ്കിൽ നമ്മുടെ സ്വന്തം സംരക്ഷണത്തിലേക്ക് നാം പോകേണ്ട ആവശ്യമില്ല. നാളെയും ഇന്നും ഈ രക്ഷകനായ കർത്താവ് നമ്മെ സംരക്ഷിക്കുവാൻ മതിയാവനാകുന്നുള്ള ഉറപ്പോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. രണ്ടാമത്, ഇവരുടെ വീഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് they forget the divine promise. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർക്ക് നൽകിയത് അവർ മറന്നുപോയി. അങ്ങനെ മറന്നുപോയത് കൊണ്ടാണ് അവർ ഒരു ഗോപുരം പണിയുവാൻ, പട്ടണം പണിയുവാൻ ഒക്കെ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ നാം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം വായിക്കുന്ന സമയത്ത് യഹോവയായ ദൈവം നോഹയോട് ചെയ്ത ഒരു ഉടമ്പടിയും, നിങ്ങളെ ഇനി നശിപ്പിക്കുകയില്ല, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഈ ഭൂമിയിൽ പെരുകും, പ്രകൃതിയിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കും, തലമുറ അനുഗ്രഹിക്കപ്പെടും എങ്ങനെയുള്ള വലിയ വാഗ്ദത്തം ദൈവം തമ്പുരാൻ നോഹയിലൂടെ തലമുറയ്ക്ക് നൽകിയുണ്ടായി. എന്നാൽ അവരതൊക്കെ മറന്നു. ആ മറക്ക് തന്നെയല്ല, അനുസരണക്കേടിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടിടയായി. അങ്ങനെ വന്ന സന്ദർഭത്തിലാണ് അവിടെ മനസ്സിലൂടെ കടന്നുപോയത് അവർക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ,
ദൈവത്തിൻ്റെ വാഗ്ദത്തെ മറന്നുകൊണ്ട് തങ്ങളുടേതായ നിലയിൽ കാര്യങ്ങൾക്ക് ഒരുക്കുവാൻ, പട്ടണം പണിയുവാൻ, ഗോപുരം പണിയുവാനായിട്ടൊക്കെ അവർ തയ്യാറായതായിട്ട് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ പണിതു. പക്ഷേ ആ ഗോപുരം, ആ പണിത പട്ടണം പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർ മറന്നുപോയി. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർ മറന്ന് അവരുടെ നിലയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ജീവിതം ദൈവത്തിൻ്റെതായ ജീവിതത്തിൽ നിന്ന് അന്യപ്പെടുവാനായിട്ടിടയായി. ദൈവം വേദനയുള്ള ദൈവമായി, ദുഃഖിക്കുന്ന ദൈവമായി ദൈവത്തെ നമുക്ക് കാണുവാനായിട്ടുണ്ട്. അതത്രേ ദൈവത്തിൻ്റെ സങ്കടമായി, വേദനയായി നമുക്ക് പ്രത്യേകിച്ച് വായിക്കുവാൻ മനസ്സിലാക്കണം. യെശയ്യാ പ്രവാചകൻ അതിനാലാ പറയുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം. അങ്ങനെ പ്രവാചകന്റെ ആ വിലാപം ദൈവത്തിനെ മനുഷ്യരെക്കുറിച്ചുള്ള ദുഃഖത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറ്റപ്പെട്ടതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഈ ദൈവം നൽകുന്ന വാഗ്ദത്തം, എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ മറക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് മറക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് നാം വായിക്കുന്നു. യേശു കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും എല്ലാ നാളുകളും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടെന്നുള്ള ഉറപ്പ് നൽകിയാണ് കർത്താവ് നമ്മൾ യാത്ര പോയത്. ആ കർത്താവ് അങ്ങനെ യാത്ര ചെയ്യുന്നുവെങ്കിൽ ആ ശിഷ്യന്മാരോട് കൂടിയിരുന്ന കർത്താവ് നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സന്ദർഭത്തിൽ പലയിടങ്ങളിൽ ഈ വലിയ ഉറപ്പ് ദൈവം തമ്പുരാൻ നൽകിയതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. വാഗ്ദത്തം നൽകിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം, മോശയ്ക്ക് നൽകിയ വാഗ്ദത്തം, യോശുവായ്ക്ക് നൽകിയ വാഗ്ദത്തം, അതൊക്കെ വളരെ വ്യക്തമായി വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ദൈവം നിറവേറ്റിയെങ്കിൽ ആ ദൈവം നമ്മുടെ കൂടെയുള്ളതായ ദൈവം ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള ദൈവം, ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുവാനായിട്ട് നമുക്കിടയാകണം. അങ്ങനെയെങ്കിൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു കാര്യവും നാം ചെയ്യുവാനായിട്ട് തയ്യാറാക്കില്ല. ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിപ്പാനായിട്ട് നമുക്കിടയായിത്തീരും. ഇന്ന് നാം എന്തെല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ദൈവത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ട് നാം മാറിയിരിക്കുകയാണ്. അത് ഈ ഒരു വർഷത്തിലെ ഈ സന്ദർഭത്തിലേക്കൊക്കെ നാം വന്ന് ചേർത്തിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുവാനായിട്ടില്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. മൂന്നാമതായിട്ട് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അവിടെ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ ദേ ഫോർഗെറ്റ് ദ വാല്യൂ സിസ്റ്റം. ആ വാല്യൂ സിസ്റ്റം മറന്നുപോയി എന്ന് മാത്രമല്ല, ദേ ബിഗാൻ ടു ലീവ് എ സെൽഫിഷ് മോട്ടീവ് ലൈഫ് എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവരുടേതായ ജീവിത പാതയിലൂടെ അവിടെ സ്വാർത്ഥതയ്ക്കനുസരിച്ചുള്ള ജീവിതം നയിപ്പാനായിട്ടിടയായി. ആ സ്വാർത്ഥതയുടെ ഒരു തെളിവാണ് ഒരു പട്ടണം പണിയുവാനും ഒരു ഗോപുരം പണിയുവാനും അവർ മുന്നോട്ട് വന്നത്. ഇവിടെ നോക്കുമ്പോൾ ആ ഭാഗങ്ങൾ വായിക്കുന്നത് അവർ പറയുന്നുണ്ട്, നമുക്ക് ആകാശത്തോളം
എത്തുന്ന ഒരു ഗോപുരം പണിയണം എന്നാണ് പറയുന്നത്. ആകാശത്തോളം എത്തുന്ന ഒരു ബാബേൽ ഗോപുരം പണിയണം എന്ന് അവർ പറയുന്നു. തന്നെയുമല്ല, അതിലൂടെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിലൂടെ നമുക്കൊരു പേരും ഉണ്ടാക്കുവാനായിട്ട് സാധ്യമായിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുവാൻ, തങ്ങളുടേതായ ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് നേടുവാൻ ഈ ബാബേൽ ഗോപുരം ആവശ്യമാണ് എന്ന് അവർ ചിന്തിച്ചു. ഇവിടെ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം എന്നവർ പറയുമ്പോൾ ദേ ആർ ചലഞ്ചിങ് ദി ഓൾമൈറ്റി ഗോഡ്. ദൈവത്തെ അവർ വെല്ലുവിളിക്കുക. മനുഷ്യൻ സുപ്രീമാണ്, മനുഷ്യനെ കൊണ്ട് എല്ലാം കഴിയും എന്നുള്ള ചിന്തയാണ് അവിടെ പങ്കുവെക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അവിടെ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു. ഇന്ന് മനുഷ്യന്റെ ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും ദൈവത്തിന്റെ ആവശ്യമൊന്നുമില്ല, എന്നെ കൊണ്ട് എല്ലാം കഴിയുമെന്നുള്ള ചിന്തയാണ് മനുഷ്യർക്കുള്ളത്. ഇന്ന് തന്നെ നോക്കുമ്പോൾ ഒത്തിരി കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്കുണ്ട്. ഒത്തിരി കണ്ടുപിടുത്തങ്ങളുണ്ട്. അതും കൊണ്ട് പല കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. രോഗങ്ങൾക്ക് പുതിയ മരുന്നുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ ഓരോ രോഗം വരുമ്പോഴും ഓരോ മരുന്ന് കണ്ടുപിടിക്കുമ്പോഴും കണ്ടുപിടിക്കുവാൻ പാടില്ലാത്ത കണ്ടെത്തുവാൻ പാടില്ലാത്ത വിധത്തിലുള്ള മറ്റു രോഗങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റു കൊച്ചുദാഹരണം നമ്മളെല്ലാം നേരിട്ട് അനുഭവിച്ചുള്ളതാണല്ലോ കോവിഡിൻ്റെ കാലഘട്ടം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ നിസ്സഹായനാണ് എന്നും മനുഷ്യനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധ്യമല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ജീവിതമല്ല. നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പലപ്പോഴും ഇന്ന് ദൈവത്തെ നമുക്ക് ആവശ്യമില്ല. ദൈവം നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ല. എനിക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളുണ്ട്, ഇനി ദൈവമില്ലെങ്കിലും ജീവിക്കാമെന്നുള്ള മനോഭാവത്തിൽ നമ്മൾ പലരും ജീവിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നമ്മുടെ കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നമ്മുടെ ബന്ധങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം തന്നെ എന്നെ കൊണ്ട് സാധ്യം ആകുമെന്നുള്ള ചിന്തയിലൂടെ നമ്മൾ ജീവിക്കുന്നു എന്ന് അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് നാം ഇത് കാണുന്നത്. വീണ്ടും നാം നോക്കുന്ന സമയത്ത് ഇവിടെ ഈ വലിയ ആകാശത്തോടെ എത്തുന്ന അത് പണിയണമെന്ന് പറയുമ്പോൾ ദൈവത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല, ലൗകിക ജീവിതത്തിൽ കൂടുതൽ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. ആകാശത്തോളം കൂട്ടണം എന്നാണ്, ഒത്തിരി വലിച്ചു കൂട്ടണം എന്നുള്ളതാണ്, ഒത്തിരി ആർജിക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്ത. അങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നത്. വീണ്ടും നാം വായിക്കുന്നുണ്ട്, പേരും പെരുമയും നിലനിർത്തുവാനായിട്ട് ഈ പട്ടണവും ഗോപുരവും ആവശ്യമാണ് എന്ന് അവർ പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മോണമെന്റ് ഉണ്ടാകണം. അവരും പണിയുവാൻ പോയ മോണമെന്റ് എന്ന് പറയുന്നത്, ആ മോണമെന്റ് പറയുന്നത് എ മോണമെന്റ് ഓഫ് പ്രൈഡ് ആണ്. അഹങ്കാരത്തിന്റെ ഒരു സ്മാരകമാണ് ഒരു പണിയുവാൻ പോയത്. ദാറ്റ്സ് എ മോണമെന്റ് ഓഫ് അംബീഷൻ. അതിമോഹത്തിന്റെ ഒരു സ്മാരകം അവർ പണിയുവാനായിട്ട് പോയി. അതെല്ലാം തന്നെ അവരുടെ ബുദ്ധികേടിന്റെ ഒരു അവസ്ഥ സ്മാരകമായിട്ട് മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു. ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം ഏറ്റവും വലുതായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും, എന്നാൽ ഇതൊന്നും നമ്മുടെ പിടിയിൽ നിൽക്കുന്ന ഒന്നല്ല. ഇതെല്ലാം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്. ഇതിനെല്ലാം അപ്പുറമായിട്ട് ദൈവമാണ് എല്ലാറ്റിനും എല്ലാം എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകുവാനായിട്ടിടയാകട്ടെ. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇടക്കി താണവരെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹൃദയവിചാരത്തിൽ അഹങ്കാരികളവരെ ചിതറിച്ചിരിക്കുന്ന ദൈവമാണ് ദൈവം എന്നുള്ള കാര്യം നാം ഓർക്കണം. അങ്ങനെയെങ്കിൽ എല്ലാം തന്നെ കൂട്ടിവെക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പുൽപ്പുറത്തെ ഭംഗി പോലെയുള്ളൂ, അവരെല്ലാം തന്നെ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ, ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ പേരും പെരുമയ്ക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി എല്ലാം തന്നെ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, നമ്മുടെ എല്ലാ ജീവിത സാഹചര്യത്തിനും നമ്മെ താഴോട്ട് വലിച്ചിറക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ടുണ്ട്. എല്ലാം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോ ജീവിതത്തിൻ്റെ ഒന്നും തന്നെ പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുന്ന ഒന്നല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണെന്നുള്ള കാര്യം നാം ഓർക്കണം. അടുത്ത സമയത്ത് നമ്മുടെ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച വലിയൊരു വാർത്തയാണല്ലോ ഈ കോൺഫിഡൻസ്
ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ഡോക്ടർ CJ റോയിയുടെ മരണം കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടായിരുന്നു എങ്കിലും ഒരു ഷോട്ട് കൊണ്ട് ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരുവനായിട്ട് കാണുന്നു. എന്തുണ്ടായിരുന്നാലും എന്ത് പ്രയോജനം, എന്ത് നേടിയാലും എന്താണ് പ്രയോജനം? ദൈവത്തെ മറന്നുകൊണ്ട് ജീവിച്ചാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ലോകം നമുക്ക് ശാശ്വതമായ ഒരു ലോകമല്ല. ഈ ലോകത്തിൽ നിത്യമായി നമുക്ക് നിലനിൽപ്പാനായിട്ട് നമുക്ക് സാധ്യമാകുന്നതല്ല. ഇതിനപ്പുറമായ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്നും എല്ലായ്പ്പോഴും നമുക്കുണ്ടാകണം. അങ്ങനെയെങ്കിൽ ഈ ബാബേൽ ഗോപുരം പണിത, വലിയ പട്ടണം പണിയുവാൻ ശ്രമിച്ച അവിടെ ജീവിതത്തിൻ്റെ അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നടത്തിയ വഴികളെ നമ്മൾ ഓർക്കണം. ദൈവം തമ്പുരാൻ നൽകിയതായ ജീവിതത്തിൻ്റെ നന്മകളെ നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം. ദൈവം നടത്തിയ സാഹചര്യങ്ങളെ നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കണം. അത് ഓർക്കാതെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് സ്മാരകം പണിയുവാൻ, നമ്മുടെ കീർത്തി പണിയുവാൻ, നമ്മുടേതായ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കാതെ നമ്മുടെ സ്വന്തം വഴിയിലൂടെ ജീവിക്കുവാൻ, ദൈവം നൽകുന്ന സംരക്ഷണത്തിൽ നിലനിൽക്കാതെ സ്വയ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണെന്ന കാര്യം നാം ഓർക്കണം. അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വ്യതിയാനം ഉണ്ടാകുവാനായിട്ടിടയാകട്ടെ. അത് ദൈവമില്ലാത്ത ജീവിതം ഏറ്റവും കൺഫ്യൂഷൻ നമുക്കുണ്ടാക്കുന്ന ഒന്നാണ്. ദൈവത്തെ മറന്നുള്ള നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് നാം ചിതറിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്, അന്യപ്പെട്ടു പോകുന്ന ഒരു ജീവിതമാണ്. ജീവിതത്തിൽ ക്രിസ്തുവില്ലെങ്കിൽ, ദൈവമില്ല എങ്കിൽ നാം എല്ലാവരും തകർക്കപ്പെട്ട ഒരനുഭവമായി, ചിന്നിച്ചെതിരി പോകുന്ന അനുഭവമായിട്ടാണ് ജീവിതം പരാജയമായി തീരും. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം നാം ഓർക്കുക. ദൈവത്തെങ്കിലേക്കുള്ളൊരു മടങ്ങിവരമാണ് നമുക്ക് ആവശ്യം. ദൈവത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ട്, നമ്മുടെ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട്, ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം നമ്മുടെ യാത്ര ചെയ്യുവാൻ നമുക്കിടയാകണം. അവിടെ ജീവിതം സുസ്ഥിരമായിരിക്കും. അവിടെ ധന്യമായ ജീവിതം നമുക്ക് നയിപ്പാനായിട്ടിടയാകും. അവിടെ രക്ഷകനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്കിടയാകും. അങ്ങനെയുള്ള ധന്യമായ ഒരു ജീവിതം നയിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമായി നയിപ്പാൻ ദൈവകരങ്ങൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ സഹായിക്കട്ടെ.